നമ്മുടെ ഈ ഡിജിറ്റൽ വേൾഡിൽ ഇലക്ട്രോണിക് ഡോക്യുമെന്റ്സ് ആണ് ഇപ്പൊ എല്ലാം. സോ അത് അൺഓതറൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ക്രിമിനൽ യൂസ് ആസ് ലൈക്ക് ഹാക്കിംഗ്. സോ അവിടെയാണ് ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് സൈബർ സെക്യൂരിറ്റി വേണ്ടത്. നമ്മൾ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒക്കെ ഹാക്ക് ആവുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു ബാങ്കിന്റെ സെക്യൂരിറ്റി സിസ്റ്റം തന്നെ ഹാക്ക് ആയാലോ? അതല്ലെങ്കിൽ നമ്മുടെ അത്രയും പ്രധാനപ്പെട്ട ഡിജി ലോക്കർ ഡോക്യുമെന്റ്സ് ഒക്കെ മോഷ്ടിക്കുക എന്ന് പറയുന്ന അത്രയും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. സോ ഇത്രയും ഡിജിറ്റലി ഡോക്യുമെന്റ്സ് ഒഴുകുന്ന ഈ കാലത്ത് ഇതെല്ലാം സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സ് ഉള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂസിൽ നിന്നൊക്കെ പ്രിവെന്റ് ചെയ്യുക, ഇനി അഥവാ ഹാക്ക് ചെയ്താലും അതെങ്ങനെ ഹാക്ക് ചെയ്തെന്ന് മനസ്സിലാക്കുക, അത് റെക്ടിഫൈ ചെയ്യാനും ഒക്കെ ആള് വേണം. അതുകൊണ്ട് തന്നെ വളരെയധികം സ്കോപ്പ് ഉള്ളൊരു ഫീൽഡാണ്. ഇതിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സും എടുക്കാം, മാസ്റ്റേഴ്സും എടുക്കാം. പക്ഷെ നമ്മൾ ചാടിക്കേറി ബാച്ചിലേഴ്സ് എടുക്കുമ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആയിരിക്കണം. ബിക്കോസ് ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ. ഇനി നിങ്ങൾ ഇതിൽ ബാച്ചിലേഴ്സ് മാത്രം എടുക്കുന്നുള്ളെങ്കിൽ ലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ PG സർട്ടിഫിക്കേഷൻ കോഴ്സസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് MNCയിൽ ഹയർ പൊസിഷൻസിലൊക്കെ വർക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് വളരെ ബ്രോഡർ ഫീൽഡ് അല്ല, വളരെ നാരോ ഫീൽഡാണ്. ബട്ട് യു നീഡ് സ്പെഷ്യലൈസേഷൻ ബിക്കോസ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഹാക്കേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അത്രയും നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സൈബർ സെക്യൂരിറ്റി ഓഫീസർ, സൈബർ സെക്യൂരിറ്റി റിസ്ക് അസസർ തുടങ്ങിയ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇതിലുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണം നിങ്ങൾ ഈ സൈബർ സെക്യൂരിറ്റി കോഴ്സസ് ഒക്കെ ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ക്യാമ്പസ് സെർച്ച് ഉള്ളത്. സോ കോൺടാക്ട്.